ശ്രീനാഥ് അടക്കമുള്ള പ്രിയങ്കരായ മഹിളാ കോൺഗ്രസിന്റെ സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ പോലീസ് രാജാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കാണിച്ചു എന്ന് ക്വാസി ജുഡീഷ്യൽ സംവിധാനം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും നടപടിയെടുക്കാൻ ആരുമില്ലാത്ത നാട്ടില് ഒരു പാവം വീട്ടുജോലിക്കാരിയായ സഹോദരി, ആ സഹോദരി 3 ദിവസം ഒരു വീട്ടിൽ ജോലി ചെയ്ത് തിരികെ തന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഈ പേരൂർക്കട സ്റ്റേഷനിലെ പോലീസ് വിളിച്ച് ഇവിടേക്ക് വരാൻ പറഞ്ഞു. ഇവിടേക്ക് കടന്നു വന്ന ബിന്ദു എന്ന് പറയുന്ന ദളിത് യുവതി 20 മണിക്കൂർ ഈ സെല്ലിനകത്ത്, ഈ മതിൽക്കെട്ടുകൾക്കകത്ത് നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരമായ അവഹേളനവും മാനസിക പീഡനവുമായിരുന്നു. കയറി വന്ന ഉടൻ തന്നെ ഇവിടുത്തെ പോലീസ് ഏമാന്റെ നേതൃത്വത്തില് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവരുടെ തുണി മുഴുവൻ മാറ്റി അവരുടെ ശരീരത്ത് മാലയുണ്ടോ എന്ന് നോക്കി. ഇല്ല എന്ന് ബോധ്യപ്പെട്ടു. അവരുടെ ബാഗ് പരിശോധിച്ചു, എല്ലാം പരിശോധിച്ചു, ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടു. അവരുടെ വീട്ടിൽ പോയി തെളിവെടുത്തു. ആ വീട് അരിച്ചു പറക്കിയിട്ടും പോലീസിനൊന്നും കിട്ടിയില്ല. തിരികെ ഈ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുവന്ന് പോകുന്ന വഴിക്കും കാണുന്ന വഴിക്കുമെല്ലാം കേട്ടാലറയ്ക്കുന്ന തെറി വിളിക്കുന്ന കേരള പോലീസ്, പേരൂർക്കട പോലീസുകാർക്ക് തെറി വിളിയില് വല്ല ഡിപ്ലോമയും കിട്ടിയിട്ടുണ്ടോ? പാവപ്പെട്ട സ്ത്രീകളെ കണ്ടാൽ തെറി വിളിക്കുന്നതാണോ? ദളിത് സ്ത്രീകളെ കണ്ടാൽ തെറി വിളിക്കുന്നതാണോ ഈ പോലീസ് സ്റ്റേഷനിലെ എസ്ഐയും പോലീസുകാരും? അവരതിലാണോ ഡിഗ്രി എടുത്തിരിക്കുന്നത്? തെറി വിളിയിൽ, അസഭ്യം പറച്ചിലിൽ ഡിഗ്രി എടുത്തിരിക്കുന്ന പേരൂർക്കട പോലീസിന്റെ കുഴപ്പമല്ല. പിണറായി പോലീസിന്റെ അത്യാവശ്യം നല്ല ഉദ്യോഗസ്ഥരെ ഒഴികെ CPM-ന്റെ ഏറാൻമൂളികളായ പോലീസുകാരുടെ പണി ഇതാണ്. പാവപ്പെട്ടവരെ തെറി വിളിക്കല്ല. ആ പെൺകുട്ടിയെ തെറി വിളിച്ചു, അപമാനിച്ചു, മണിക്കൂറിലെടുത്ത് ഇരുത്തി പെരുങ്കള്ളി, നാക്കെടുത്ത് 400 പ്രാവശ്യം കള്ളി എന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ആ സ്റ്റേഷനിലുണ്ടാകുന്ന മുഴുവൻ പോലീസുകാരും വിളിച്ചു. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു തുള്ളി വെള്ളം യാചിച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യത്വരഹിതരായ മനുഷ്യ രൂപം പൂണ്ട ആളുകളാണ് ഈ പോലീസ് സ്റ്റേഷനകത്തുള്ളത്. എന്തേ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് മനുഷ്യത്വമില്ലേ? നിങ്ങൾ എത്ര തവണ വെള്ളം കുടിച്ചു? നിങ്ങൾ എത്ര തവണ ഭക്ഷണം കഴിച്ചു? ആ പാവം ദളിത് യുവതി ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കാതിരുന്നിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാത്ത നിങ്ങളെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? ലജ്ജയില്ലേ പോലീസേ? നിങ്ങൾ മനുഷ്യരല്ലേ? നിങ്ങൾ ആ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു അവസാനം ഗത്യന്തരമില്ലാതായപ്പോ പറഞ്ഞു പോയി ടോയ്ലറ്റിൽ നിന്ന് കുടിക്കാൻ. ഇന്ന് സസ്പെൻഡ് ചെയ്ത SI അടക്കം ടോയ്ലറ്റിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. ആരുടെ വീട്ടിൽ ആരെങ്കിലും ടോയ്ലറ്റിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്? ആ കുഞ്ഞിനോട് ടോയ്ലറ്റിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞ പോലീസുകാര്, നിങ്ങൾ ടോയ്ലറ്റിൽ നിന്നാണ് ദാഹിക്കാൻ വെള്ളം കുടിക്കുന്നത്. ഇത്രയും ദളിതായാൽ, സ്ത്രീ ആയാൽ ഏത് രീതിയിലും ഉപദ്രവിക്കാം എന്നുള്ളതാണോ പോലീസ് മാനുവലിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? രാജ്യത്തെ ഏത് നിയമമാണ് ഇതിന് പിൻബലം നൽകുന്നത്? ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷൻ നടന്ന അതിക്രൂരമായ ദളിത് സ്ത്രീക്ക് നേരെയുള്ള പീഡനം, മാനസിക പീഡനം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന പിണറായി സർക്കാരിന്റെ ദളിത് വിരുദ്ധതയുടെ പ്രതിരൂപമാണ്. അതിന്റെ പ്രതിധ്വനിയാണ്, സ്ത്രീ വിരുദ്ധതയുടെ പ്രതിധ്വനിയാണ്. ഒരു പരാതി കിട്ടിയാൽ, പരാതിയിൽ ഒരാളെ സംശയിച്ചാൽ ഇന്നത്തെ കാലത്ത് എത്ര ശാസ്ത്രീയമായി തെളിവ് ശേഖരിക്കാൻ സാധ്യതകളുണ്ടെന്നതിക്ക് അതൊന്നും ചെയ്യാതെ ആ പാവപ്പെട്ട സ്ത്രീയെ ഇതിനകത്തിട്ട് ഭയപ്പെടുത്തി പേടിപ്പിച്ച് കുറ്റസമ്മതിക്കാൻ ശ്രമിച്ചു. ഏറ്റവും അവസാനം ആ പെൺകുട്ടിയുടെ 2 കുഞ്ഞുങ്ങൾ, +2 കഴിഞ്ഞ ഒരു പെൺകുട്ടിയും 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയും, ആ 2 കുട്ടികളെയും കൂലിപ്പണിക്കാരനായ ഭർത്താവിനെയും കേസിൽ കൊടുക്കുമെന്നായപ്പോഴാണ് ആ പാവപ്പെട്ട യുവതി ഈ പോലീസുകാരുടെ പീഡനം മൂലം ഇവിടെ കുറ്റം സമ്മതിച്ച് FIR എഴുതി. നേരം വെളുത്തപ്പം വീട്ടുകാരി ഒന്ന് പറയാം എന്റെ മാല കിട്ടിയെന്ന്. എന്നിട്ടും മനസാക്ഷിയില്ലാത്ത പോലീസുകാര് മാല കിട്ടിയെന്ന് ആ പെൺകുട്ടി അറിയിച്ചില്ല. പകരം ഞങ്ങളുടെ ഔദാര്യത്തെ നിങ്ങൾ പൊക്കോ, പക്ഷേ പേരൂർക്കട വേറെ സ്ഥലം കവടിയാർ ഭാഗത്ത് കണ്ടുകൂടെന്ന്. ഇവിടെ ആർക്കെങ്കിലും സ്ത്രീധനം എഴുതി വെച്ച സ്വത്താണോ പേരൂർക്കട? അതോ കുടുംബ ഭാഗം വെച്ച് കിട്ടിയതാണോ? പേരൂർക്കട പോലീസ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന് കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടിയതാണോ ഈ പേരൂർക്കട എന്ന് പറയുന്നത്? ഈ നാട്ടിൽ ജനാധിപത്യ രാജ്യത്തെ പോലീസ് രാജ്യം നടപ്പാക്കാനാണെങ്കിൽ ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് അനുവദിക്കില്ല. പോലീസായ പോലീസാകണം, അല്ലാതെ കുറ്റവാളിയാകരുത്. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ എത്രയോ തവണയായി ഞങ്ങൾ പറയുന്നു. ആ പാവപ്പെട്ട പെൺകുട്ടി അതിനുശേഷം സ്ഥലത്തെ പ്രധാനപ്പെട്ട CPM നേതാവുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. അവിടെ ഇരിക്കുന്ന ആരാ?
ശശി ഒരു ശശിയാണ്, പേര് കേട്ടൊരു ശശിയാണ്. ആ ശശിയുടെ പഴയ കഥകളൊക്കെ പറഞ്ഞ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ സംസ്കാരം അനുവദിക്കത്തില്ല. അങ്ങനെ ഒരാളെയാണല്ലോ പിണറായി വിജയൻ പിടിച്ച് വലതുവശത്ത് ഇരുത്തിയേക്കുന്നത്. ആ ശശി സാധാരണ സ്വന്തം പാർട്ടിക്കാരോട് നീതിയാണ്. സ്വന്തം പാർട്ടിയിലെ പെണ്ണുങ്ങളെ പരാതിക്ക് വിധേയനായ ശശി, പല കാര്യത്തിൽ ആരോപണ വിധേയനായ ശശി പിണറായി വിജയനെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ശശിയുടെ അടുത്ത് നമ്മുടെ പാവം ബിന്ദു ചെന്ന് പരാതി കൊടുത്ത് കരഞ്ഞു വിളിച്ച്, സാറേ എനിക്ക് ഇത്രയും വലിയ പീഡനം ഈ പേരൂർക്കട സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞോടെ എടുത്ത് പരാതി ഒന്ന് വായിച്ചു നോക്കാൻ ദൂരെ എറിഞ്ഞിട്ട് പാവം ഒരു ആദിവാസി സ്ത്രീയുടെ പരാതിയിൽ കണ്ണോടിക്കാൻ അല്ലെങ്കിൽ മിസ്റ്റർ ശശി, നിങ്ങൾ ഈ നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് ലക്ഷങ്ങൾ മാസം തോറും ശമ്പളം വാങ്ങുന്ന എന്തിനാണ്? ഞാൻ അടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന പി ശശി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പാവം ദളിത് യുവതിയുടെ പരാതി എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് മോഷണത്തിന് മാല കാണാതായ വീട്ടുകാർ പരാതി കൊടുക്കും. വീട്ടുകാർ പരാതി കൊടുത്താൽ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ച കേസ് തെളിയിക്കും. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതി പോകാൻ. പിന്നെ എന്തിനാ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വാഴയായി അവിടെ ഇരിക്കുന്നത്? ഇതിനേക്കാൾ വാഴ വെച്ചെങ്കിൽ ഇതിനേക്കാൾ ഭേദമായിട്ട് പോലീസിനെ നിയന്ത്രിക്കുമായിരുന്നു. കേരള പോലീസിന്റെ മേൽ ചിലപ്പോഴെങ്കിലും ഗവൺമെന്റ് നിയന്ത്രണം നഷ്ടപ്പെടും. നിയന്ത്രണം കിട്ടുന്ന എപ്പോഴാന്ന് വെച്ചാൽ CPM-കാർ ആരെങ്കിലും ഏതെങ്കിലും കേസിൽ പ്രതിയായ പോലീസ് പിന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റ് അവരെ രക്ഷിക്കുവാൻ നിയമ പുസ്തകങ്ങൾ തപ്പി ഊളിയിട്ടിറങ്ങി നിയമ വിദഗ്ധരുമായി ആലോചിച്ച് CPM-കാരെ രക്ഷപ്പെടുത്തുന്നതല്ലാതെ നിയമവാഴ്ച ഈ നാട്ടിൽ നടപ്പാക്കുന്നില്ല. ഗുണ്ടാരാജല്ലേ കേരളത്തിൽ പലയിടത്തും നടക്കുന്നത്? മോഷണം നടക്കുന്നില്ലേ? അത് പിടിക്കാൻ പോലീസുണ്ടോ? പാവപ്പെട്ട സ്ത്രീകളെ, പ്രത്യേകിച്ച് ദളിത് സ്ത്രീകളെ ആക്രമിക്കുന്ന ഈ പോലീസ് നടപടി അങ്ങേയറ്റ അപലപനീയമാണ്. ആ ശശിക്ക് കൊടുത്തിട്ട് ഇത്ര ദിവസമായിട്ട് യാതൊരു നടപടിയില്ല. ഇവിടുത്തെ സ്ഥലം MLA VK പ്രശാന്ത്, ഞാൻ ഇവിടേക്ക് വരുന്നതിന് ഒരു ചർച്ചയിൽ പങ്കെടുത്തു. അപ്പൊ VK പ്രശാന്ത് MLA പറയുക ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. എത്ര ഒറ്റപ്പെട്ട സംഭവമാണ്? ഏങ്ങണ്ടിയൂര് വിനായകൻ മരിക്കേണ്ടതടക്കമുള്ള എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പോലീസ് പീഡനം കൊണ്ട് കേരളത്തിൽ നടക്കുന്നത്? ഞാൻ ചോദിക്കുകയാണ്, മിസ്റ്റർ VK പ്രശാന്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു സ്ത്രീക്കാണ് ഈ പോലീസ് സ്റ്റേഷനകത്ത് ഈ ദുരിതം നേരിടേണ്ടി വന്നെങ്കിൽ, മിസ്റ്റർ പ്രശാന്ത് നിങ്ങൾ പറയുമോ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്? നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങളുടെ അമ്മയല്ല, നിങ്ങളുടെ സഹോദരിയല്ല, നിങ്ങളുടെ മകളല്ല. പക്ഷേ ഈ നാട്ടിൽ ഏതൊരു പാവപ്പെട്ട കൂലിപ്പണിക്കാരന്റെ ഭാര്യയാണ്, 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ആ യുവതിക്കുണ്ടായ ദുര്യോഗത്തിൽ ശക്തമായി അപലപിച്ച് നടപടിയെടുക്കാൻ ആ കുറ്റക്കാരായ പോലീസുകാരെ നടപടിയെടുക്കാൻ മുന്നോട്ട് വരേണ്ട MLA പറയാ ഒറ്റപ്പെട്ട സംഭവം മറന്നു കളയുന്ന മട്ടിൽ അത് ശക്തമായി അപലപിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഇവിടെ ആ കള്ള പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ എന്താ അവരുടെ പേര്? ഓമന ഡാനിയൽ അല്ലേ? ആ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാൻ ചങ്കൂറ്റമുണ്ടോ പേരൂർക്കടയിലെ പോലീസിന്? വ്യാജ പരാതി തന്നാൽ കേസെടുക്കാൻ രാജ്യത്ത് നിയമമുണ്ട്. നിങ്ങൾ കേസെടുക്കണം. മാത്രമോ ഒരു ഓമന പോലീസ് മോൻ ഇതിനകത്തുണ്ട്, എന്തോ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ പെൺകുട്ടി എടുത്ത് ടോയ്ലറ്റിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞ ആള്, ആ ആളിനെതിരെ നടപടി എടുത്തില്ല. പിന്നെ ഈ നടപടിയിൽ പിന്നെ എന്താ അർത്ഥം? എത്രയും പെട്ടെന്ന് ബിന്ദുവിനെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇവിടെ ഇട്ട് പീഡിപ്പിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ഈ കള്ളക്കേസിൽ കുടുക്കി 20 മണിക്കൂർ കൊല്ലാക്കൊല ചെയ്തതിന് തുല്യമായി, ചിത്രവധം ചെയ്തതിന് തുല്യമായി ആ പാവപ്പെട്ട പെൺകുട്ടിയെ അവഹേളിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, സംസ്ഥാന സർക്കാർ ആ പെൺകുട്ടിക്ക് കുടുംബത്തിനും നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഇല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ, പോഷക സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഇവിടെ പാവങ്ങൾക്ക് ജീവിക്കണം, സ്ത്രീകൾക്ക് ജീവിക്കണം, ഇവിടെ ദളിത് ആദിവാസി സഹോദരങ്ങൾക്ക് ജീവിക്കണം. അവരെയൊക്കെ കേസിൽപ്പെടുത്തി നട്ടൽ ഇടിച്ച് പൊട്ടിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാനസികമായി തളർത്തി അവർ ആത്മഹത്യയിലേക്ക്, വിനായകൻ ആത്മഹത്യ ചെയ്താണൊക്കെ ബിന്ദു ആത്മഹത്യ ചെയ്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ബിന്ദു ഇന്ന് നെഞ്ചുരുക്കോടുകൂടി പറഞ്ഞു, ഞാൻ ആത്മഹത്യക്ക് ചിന്തിച്ചതാ. ഇല്ലാത്ത കള്ളക്കേസില് എന്നെ പെടുത്തി നാണം കെടുത്തി എന്റെ വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കി ഒരു അമ്മ എന്ന നിലയിൽ ആത്മഹത്യ ചെയ്യാൻ അല്ലാതെ എനിക്ക് കഴിയില്ല. പക്ഷെ എന്റെ പൊന്നുമക്കളുടെ മുഖം ഓർമ്മ വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്നെന്ന് സ്വകാര്യമായി പെൺകുട്ടി പറഞ്ഞു. ആ പെൺകുട്ടി അനുഭവിച്ച വേദന, ഹൃദയവേദന ഒറ്റപ്പെട്ടതായി കരുതാൻ മനസാക്ഷിയില്ലാത്ത CPM-കാർക്കല്ലാതെ, അവരുടെ ഏറാം മൂളികളായ പോലീസുകാർക്കല്ലാതെ, നല്ല പോലീസുകാർ ഈ പോലീസ് സ്റ്റേഷനകത്തുണ്ട്, അവരുടെ മനസ്സ് വേദനിക്കുക. ആ ഈ കുറ്റവാളി മനോഭാവമില്ല ഉള്ള പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഈ പ്രതിഷേധത്തിന് നിങ്ങളെ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം.
അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, അടിയന്തരമായി നടപടിയെടുക്കണം. ബിന്ദുവിനും കുടുംബത്തിനും നഷ്ടപരിഹാരം കൊടുക്കണം. അത് മനുഷ്യത്വമാണ്. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന് സ്വന്തം മോളെ കുറിച്ച് അല്ലാതെ ലോകത്ത് ഒരു മോളെ കുറിച്ചും ഒരു താല്പര്യവും ഇല്ലാന്നാണ് അദ്ദേഹത്തിന്റെ അടുപ്പക്കാർ പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ അത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകളെ പോലെയുള്ള ഒരു മകളാണ് ഈ ബിന്ദു. ബിന്ദുവിന് ന്യായം കിട്ടാൻ, നീതി കിട്ടാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും ഈ അവസാന വർഷത്തിലെങ്കിലും കൂടെ ഉണ്ടാകണം. 4ാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുക പിണറായി സഖാവ്. എവിടെങ്കിലും ആഘോഷിക്കുന്നിടത്ത് എന്നെ കൈരളിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നെ. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നെ. ഞങ്ങൾ വഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. സമ്പന്നർക്ക് മാത്രമായി ഭരണം അവശേഷിക്കുമ്പോ ഇതുപോലുള്ള പാവങ്ങൾ നിങ്ങളുടെ തെറ്റുകൊണ്ട്, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ, നിങ്ങളുടെ പോലീസിന്റെ തെറ്റുകൊണ്ട് അങ്ങേയറ്റം അപമാനിക്കപ്പെട്ട പെൺകുട്ടിയും കുടുംബത്തെ സംരക്ഷിക്കാൻ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടി ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നു.